കൊച്ചിയിലെ മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റും മനുഷ്യക്കടത്തും നടത്തുന്ന സംഘത്തെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. കേസിലെ പ്രധാന പ്രതി കൊച്ചി സ്വദേശി സിന്ധുവിനെ ഇന്ന് മുംബൈയിൽ നിന്ന് എത്തിക്കും. ഇവരെ ചോദ്യം ചെയ്യുന്നത് വഴി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ആൻ മരിയ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ആൻ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 24 പുറത്തുവിടുകയും പിന്തുടരുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. കൂടുതൽ കണ്ണുകളിലേക്ക് പോകുന്നു. 5 സ്ത്രീകളെ പ്രതി ചേർത്തതിൽ അവരിൽ എത്ര പേരെയാണ് ഇപ്പോൾ പിടികൂടാനായിട്ടുള്ളത്? ഇനി എവിടേക്കാണ് അന്വേഷണം നീങ്ങുന്നത്? ഗോകുൽ, നിലവിൽ പിടികൂടിയിരിക്കുന്നത് 3 പ്രതികളെയാണ് പിടികൂടിയിരിക്കുന്നത്. ഇന്നലെ പൊന്നാനിയിൽ നിന്നും ഒരാളെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. ആദ്യ ദിവസം തന്നെ, അതായത് ഈ മനുഷ്യക്കടത്ത് എന്നുള്ളൊരു വാർത്ത 24 പുറത്തുവിടുന്ന അന്ന് തന്നെ 2 പ്രതികളെയാണ് പിടികൂടിയിട്ടുണ്ടായിരുന്നത്. അതിൽ മുംബൈയിൽ നിന്നും പിടികൂടിയിരിക്കുന്ന പ്രധാന പ്രതിയായിട്ടുള്ള സിന്ധുവിനെയാണ് ഇന്ന് മരടിലേക്ക്, അതായത് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. മരടിൽ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും അന്വേഷണമെല്ലാം നടക്കുന്നതുമെല്ലാം മരട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. മരട് പോലീസ് സ്റ്റേഷനിലേക്ക് സിന്ധുവിനെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രധാന പ്രതിയാണ് സിന്ധു. അതുകൊണ്ട് തന്നെ സിന്ധുവിനെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രതികളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ള ഒരു കാര്യത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണം എന്തായാലും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഈ പരാതിക്കാർ നൽകിയ, അതായത് 3 പെൺകുട്ടികളാണ് ആ പരാതി നൽകിയിരിക്കുന്നത്. അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്നിരിക്കുന്ന, ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുന്ന 3 പെൺകുട്ടികളാണ് പോലീസിൽ പരാതി നൽകിയത്. ആ മൊഴികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ഈ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇതുവരെ അന്വേഷണം മുന്നോട്ട് പോയതെങ്കിൽ പോലും ഇതിനകത്ത് പിടികൂടിയിരിക്കുന്നതിൽ ഒരാളായിട്ടുള്ള ഈ അലീനയ്ക്ക് ഈ കൊച്ചിയിലുള്ള ഗുണ്ടാ സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതാണ്. കാരണം അലീനയ്ക്ക് ഇതിനു മുൻപും ക്രിമിനൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അടിപിടി കേസുകളിൽ ഉൾപ്പെടെ ഈ അലീന പ്രതിയായിട്ടുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗുണ്ടാ സംഘങ്ങളെ കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ആദ്യഘട്ടത്തിൽ 3 പെൺകുട്ടികൾ എന്നുള്ള ഒരു കണക്കിലേക്കാണ് പോയിരുന്നതെങ്കിൽ പോലും ഇവർ ഇവിടെ നിന്നും കൂടുതൽ പെൺകുട്ടികളെ എത്തിച്ചിട്ടുണ്ട്. ഈ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് മനുഷ്യക്കടത്ത് നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പരസ്യം ഉൾപ്പെടെ അലീന ചെയ്തത് അലീനയുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പെൺകുട്ടികൾ ഇതിനകത്ത് ഇരയായിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ചുള്ള കൂടുതൽ പരാതികൾ വരുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേസിന്റെ ബലം കേസ് കൂടുതൽ ബലമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ തന്നെയാണ് ഈ സിന്ധുവിനെ ഇന്ന് കേരളത്തിൽ എത്തിക്കുന്നതോടുകൂടി കൂടുതൽ പ്രതികളിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളൊരു നിഗമനത്തിൽ പോലീസ് എന്തായാലും ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി തന്നെയായിരുന്നു. അതായത് മോഡലിംഗിന്റെ മറവിൽ വിദേശത്തേക്ക് ജോലി നൽകാമെന്നുള്ളൊരു വാഗ്ദാനത്തിൽ പെൺകുട്ടികളെ ദുബായിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് ഇവർക്ക് ലഹരി നൽകുന്നു. ലഹരി നൽകി മയങ്ങിക്കടന്നതിന് ശേഷം ഈ പെൺകുട്ടികളെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയും ആ ദൃശ്യങ്ങൾ, ഈ ലൈംഗിക പീഡനത്തിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി ആ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുകയും ചെയ്യുക എന്നത് ഞെട്ടിക്കുന്നതായിരുന്നു. അവിടെ നിന്നും ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ പെൺകുട്ടികൾ പിന്നീട് പോലീസിൽ പരാതി നൽകുന്നു. ആ അന്വേഷണമാണ് വലിയൊരു മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ ഒരു സെക്സ് റാക്കറ്റ് എന്നതിലേക്ക് എന്തായാലും പോലീസ് എത്തിപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ പ്രതികളെ ഉടൻ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നും പിടികൂടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലും അങ്ങനെ ആ രീതിയിലുള്ള വിശദമായിട്ടുള്ള അന്വേഷണവുമാണ് നിലവിൽ എന്തായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോകുൽ, ശരി, SIT രൂപീകരിച്ച് വിശദമായ പരിശോധനയാണ് നടക്കുന്നത്. സംഘടിതമായ ചൂഷണമാണ്. അങ്ങനെ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു, അവിടേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോകുന്നു, അവിടെ എത്തിച്ച് മയക്കുമരുന്ന് നൽകി ഇത്തരത്തിൽ ചൂഷണത്തിന് വിധേയമാക്കുന്നു. അതിനുശേഷം ആ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുന്നു. കുടുംബത്തിൽ ഉള്ളവർക്ക്, ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തു വരെ ഭീഷണി തുടരുകയാണ്. അങ്ങനെ ഒരു സംഘടിതമായ കുറ്റകൃത്യമാണ് ഇതിൽ നടന്നിട്ടുള്ളത്. ആ കണ്ണികളിലേക്കെല്ലാം അന്വേഷണം നീളുന്നുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.